നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി. ഭൂമിയും വീടും ജപ്തി ചെയ്ത് ജനങ്ങളെ തെരുവിൽ തള്ളുന്ന നയം സർക്കാരിനില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമ വാർഷിക ദിനത്തിൽ ജില്ലയിലെ പ്രഥമ പരിപാടി പട്ടിക്കാട് സ്നേഹാലയം ബോയ്സ് ഹോമിൽ നടന്നു. മുക്കാട്ടുകര കോക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ആനയൂട്ടും നടന്നു. മൂർക്കിനിക്കര ഗ്രാമീണ വായനശാലയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി. ആയിരങ്ങൾക്ക് ആശ്വാസമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ. ഭൂമിയും വീടും ജപ്തി ചെയ്ത് ജനങ്ങളെ തെരുവിൽ തള്ളുന്ന നയം സർക്കാരിനില്ല. സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കും. കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ജപ്തി വിരുദ്ധ ബില്ല് കേരള നിയമസഭ പാസാക്കി. 1968 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് 2024 നികുതി വസൂലാക്കൽ ബിൽ കേരള നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയത്. ഇനി കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കിവിടാനാവില്ല. കേരളത്തിലെ ഏതൊരു ബാങ്കിനും ധനകാര്യ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും വീടും സ്ഥലവും കെട്ടിടവും വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെയും തെരുവിൽ തള്ളുന്ന കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ഇനി മുതൽ ചെയ്യാൻ കഴിയില്ല. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, കൊമേഴ്സ്യൽ ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാത്തരം ജപ്തി നടപടികളിലും കേരള സർക്കാരിന് ഇടപെടാൻ പൂർണ്ണ അധികാരം നൽകുന്ന ജപ്തി വിരുദ്ധ നിയമമാണ് നിയമസഭ പാസാക്കിയത്. 1968 87 സെക്ഷനുകൾ അടങ്ങിയ നിയമമാണ് കേരള നിയമസഭ ഭേദഗതി ചെയ്തത്. എല്ലാത്തരം ജപ്തി നടപടികളിൽ ഇടപെടാനും സ്റ്റേ നൽകുവാനും മൊറട്ടോറിയം പ്രഖ്യാപിക്കുവാനും സർക്കാരിന് പുതിയ ജപ്തി വിരുദ്ധ ബിൽ അധികാരവും അവകാശവും നൽകുന്നുണ്ട്. 25,000 രൂപ വരെ തഹസിൽദാർ, 1 ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർ, 5 ലക്ഷം രൂപ വരെ റവന്യൂ വകുപ്പ് മന്ത്രി, 10 ലക്ഷം രൂപ വരെ ധനകാര്യ വകുപ്പ് മന്ത്രി, 20 ലക്ഷം രൂപ വരെ കേരള മുഖ്യമന്ത്രി, 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള സർക്കാർ എന്നീ അധികാര കേന്ദ്രങ്ങൾക്ക് ജപ്തി നടപടികൾ തടയുവാനും ഗഡുക്കൾ നൽകി സാവകാശം അനുവദിച്ചു നൽകുവാനും ജപ്തി നടപടികളിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും സാധിക്കും. ജപ്തി ചെയ്ത വീട്, ഭൂമി, കെട്ടിടം, വസ്തു ഇനി മുതൽ ഉടമയ്ക്ക് വിൽക്കാം. ഉടമ മരിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് വിൽക്കാം. ജപ്തി വസ്തുവിന്റെ ഉടമയും വാങ്ങുന്ന ആളും നിശ്ചിത ഫോറത്തിൽ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകണം. ഈ രീതിയിൽ നൽകുന്ന അപേക്ഷയിൽ ജപ്തി വസ്തു വിൽപ്പന രജിസ്ട്രേഷൻ ജില്ലാ കളക്ടർ ചെയ്തു നൽകണമെന്ന് ജപ്തി വിരുദ്ധ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമ വാർഷിക ദിനത്തിൽ ജില്ലയിലെ പ്രഥമ പരിപാടി പട്ടിക്കാട് സ്നേഹാലയം ബോയ്സ് ഹോമിൽ നടന്നു. ചാണ്ടി ഉമ്മൻ MLA, ബ്രദർ പീറ്റർ ദാസ്, മണ്ണുത്തി സ്വദേശി ഉമ്മൻചാണ്ടിയുടെ അടുത്ത സുഹൃത്തുമായ ജോൺ ജോസഫ്, മലബാർ മിഷൻ ബ്രദേഴ്സ് സുപ്പീരിയർ ബ്രദർ ജോർജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുക്കാട്ടുകര കോക്കുളങ്ങര ഭഗവതി ക്ഷേത്രം നവീകരണ കലശത്തിനുള്ള ആദ്യ പ്രതിഷ്ഠാ ദിനം വിശേഷാൽ താന്ത്രിക കർമ്മങ്ങളാൽ നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകളും ആനയൂട്ടും നടന്നു. രാവിലെ നട തുറന്ന ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം എന്നിവയ്ക്ക് ശേഷം 9 മണിക്ക് ആനയൂട്ട് നടന്നു. കിഴക്കൂട്ട് അനിയന്മാരാരുടെ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതി പുറത്തേക്കെഴുന്നള്ളി. ഉച്ചയ്ക്ക് 11:30 മുതൽ പ്രസാദഊട്ടുണ്ടായി. സന്ധ്യയ്ക്ക് വിശേഷൽ നിറമാല, ചുറ്റുവിളക്കോടുകൂടിയ ദീപാരാധന, മഹാഭഗവത് സേവ എന്നിവയും ഉണ്ടായി. അനിയണ്ട
ഞാൻ കൊടുക്കില്ല. അത് തിരക്കണേ കൊടുക്കുന്ന വിചാരിച്ചു പിന്നെ അവിടെ കൊടുക്കാം. അവിടെ വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തിയാണ് ശ്രീകോവിലിന്റെ ഉൾപ്പെടെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. 2 ഭണ്ഡാരങ്ങളും ക്യാഷ് കൗണ്ടറും തകർത്തിട്ടുണ്ട്. തിടപ്പള്ളിയിൽ പേഴ്സിൽ സൂക്ഷിച്ച ചെറിയ തുകയും ഭണ്ഡാരങ്ങളിലുള്ള ചെറിയ തുകകളും നഷ്ടപ്പെട്ടതായി പറയുന്നു. ക്ഷേത്രത്തിലെ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന 16,000-ഓളം രൂപ ജീവനക്കാർ കയ്യിൽ കരുതിയതിനാൽ അത് നഷ്ടപ്പെട്ടിട്ടില്ല. മോഷ്ടാക്കൾ മോഷണത്തിന് ശേഷം വന്ന വഴികളിലെല്ലാം മുളകുപൊടി വിതറിയിട്ടുണ്ട്. 4 ഓടുകളും തിടപ്പള്ളിയുടെ ഒരു പലകയും ഇളക്കിയ നിലയിലാണ്. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയാലേ മോഷ്ടാക്കളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ഓപ്പൺ കരാത്തെ ടൂർണമെന്റ് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ യു ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി കെ എൽ മഹേഷ്, TDKA സെക്രട്ടറി ആര്യ, ടിറ്റോ വിജയകുമാർ, വൈസ് പ്രസിഡന്റ് കെ ജി ശിവജി, റഫറി സെക്രട്ടറി നൌഫൽ എന്നിവർ സംസാരിച്ചു. അഖിൽ അനിരുദ്ധൻ സ്വാഗതവും ട്രഷറർ VC വിനോദ് നന്ദിയും പറഞ്ഞു. Clap, big clap. കത്താ മത്സരം കഴിഞ്ഞ എല്ലാ പ്ലേയേഴ്സും കയറിയിരിക്കുക. Next category, first Hashim Shibin, SSKI. Hashim Shibin, SSKI. Second, Devadat PP, Gojuriyu. Devadat PP, Gojuriyu. Third, Dhyan Jaj. Second, Devadat PP, Gojuriyu. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി.
Phone 0487-237-2374, mobile 790-227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മള് വിട്ടൊന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതെ അതെ. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകളിലേക്ക്. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൃശൂർ ബാലഭവനിൽ ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. KG സൽമാബായി അധ്യക്ഷത വഹിച്ചു. CSC ജില്ലാ മാനേജർ ബ്രിട്ടോ ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ വിതരണം ചെയ്തു. ദിനേശ് ബുക്കയിൽ, ഹംസക്കുട്ടി, അഷ്റഫ് പെരുമ്പാവൂർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രതാപ് ഇല്ലത്ത്, ജോയിന്റ് സെക്രട്ടറി അനീഷ് അരിക്കോട്, ജോയിന്റ് സെക്രട്ടറി സലീം കൊല്ലം, യാസർ അറാഫത്ത്, സുനീഷ് വയനാട്, ജില്ലാ പ്രസിഡന്റ് സോമൻ വർഷ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി രാജൻ വൈക്കാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോബിൻ വയനാട് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. രാജൻ പൈക്കാട്ട് സ്വാഗതവും കൺവീനർ സുരേഷ് ബാബു മണ്ടത്ര നന്ദിയും പറഞ്ഞു. സാംസ്കാരിക മുന്നേറ്റത്തിലും മറ്റൊരു വഴി ഇനി ആധുനിക ലോകത്തിലില്ല. ഊർജപത്ര എന്ന് പറയുന്ന മരത്തൊലിയിൽ എഴുതി തുടങ്ങിയ കാലം മുതൽ മനുഷ്യൻ ചരിത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളിലൂടെ ആർജിച്ചെടുത്ത എല്ലാ കഴിവുകളും സമാഹരിച്ചതിൻ്റെതാണ് കേരളത്തിന്റെ നാളെ എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ പഠിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയുന്നു. കോവിഡ് ബാധിച്ച സന്ദർഭത്തിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ അവർ പഠിച്ചു. ഇന്ന് അവര് നിങ്ങളുടെ വീടിന്റെ അടച്ചിട്ട മുറിയിൽ അവരുടെ ടേബിൾ ലാമ്പിന് മുന്നിലിരുന്ന് സെർച്ച് ചെയ്യുന്നതും ചാറ്റ് ചെയ്യുന്നതും ആരായിട്ടായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഏതെങ്കിലും കോളേജിൽ വെച്ച് കണ്ട പെൺകുട്ടിയോടായിരിക്കും. അല്ല, അതിന്റെ സാധ്യതകളേക്കാൾ വലിയ സാധ്യത ഡെൻമാർക്കിലും അയർലൻഡിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള പെൺസുഹൃത്തുക്കളുമായിട്ടായിരിക്കും അവൻ ചാറ്റ് ചെയ്യുന്നത്. ജപ്പാനിൽ വെച്ച് നടന്ന ICDS ലോകകപ്പ് വോളിബോൾ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച രഞ്ജിത്ത് കൃഷ്ണനെ വരവൂർ പിലാക്കാട് GVS ക്ലബ്ബും പിലാക്കാട് ദേശം പൂര കമ്മിറ്റിയും ചേർന്ന് ആദരിച്ചു. വരവൂർ പിലാക്കാട് GVS ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ SI മഹേഷ് ഉപഹാരം നൽകി രഞ്ജിത്ത് കൃഷ്ണനെ ആദരിച്ചു. ക്ലബ്ബ് അംഗങ്ങളായ വിപിൻ കൂടിയെടുത്ത്, രാജേന്ദ്ര പ്രസാദ്, സുഭാഷ്, രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നേത്രരോഗങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി അമൃത ഐ ക്ലിനിക് പുത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പുത്തൂർ കുരിശുമൂലയിലെ ആലപ്പാട് ബിൽഡിംഗിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം. ഞായറാഴ്ച രാവിലെ നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ ലിബി വർഗീസ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് VV മുരളീധരൻ, ദേശീയ അധ്യാപക ജേതാവ് M പീതാംബരൻ, BJP പ്രതിനിധി ബിജോയ് തോമസ്, കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗം ജയശ്രീ, രവി കാട്ടുങ്ങൽ, രാജൻ മുളങ്ങാടൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നേത്രരോഗ വിഭാഗ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമാണ് അമൃത ഐ ക്ലിനിക്കിനുള്ളത്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മുതൽ 7 മണി വരെയും ഡോക്ടർ ആശ രോഗികളെ പരിശോധിക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനയും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഡോക്ടർ ആശ OA, ഡോക്ടർ അവിനാഷ് ഗോപാലകൃഷ്ണൻ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
കൂടുതൽ വിവരങ്ങൾക്ക് 9061858645 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീണ്ടും അവരുടെ തന്നെ അത്രയും നല്ലൊരു വ്യക്തിബന്ധം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു അത് കൊടുക്കണ്ട, ഒരു ബഹുരാഷ്ട്രപതിക്കും കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. കണ്ണാശുപത്രിയിലെ ഭാരവാഹികളെ സുഹൃത്തുക്കൾ, ഈ അമൃത കണ്ണാശുപത്രിയെ സംബന്ധിച്ച് എനിക്ക് വളരെ കേട്ടറിവുണ്ട്. മണ്ണുത്തിരി തുടങ്ങിയിട്ട് മറ്റു വർഷമായി ഞാനവിടെ ബ്ലോക്ക് പഞ്ചായത്ത് സംബന്ധിച്ചൊക്കെ അറിയാം. അങ്ങനെയുള്ള കണ്ണാശുപത്രിയിലെ ഒരു പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിൽ വരുമ്പോഴേ അതിൽ പങ്കെടുക്കേണ്ട ബാധ്യത ഉത്തരവാദിത്വം എനിക്കുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ പങ്കെടുക്കുന്നത്. നമ്മൾ പറയുന്നത് നമ്മളെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിൻ്റെ വില വളരുന്നത്. അപ്പോൾ എനിക്കും കണ്ണിന് അസുഖമുണ്ട്. ഇന്നത്തെ അവസ്ഥയില്ല, എന്തെങ്കിലും ഒരു ദിവസം സമയം കിട്ടുമ്പോൾ വരും. അപ്പോൾ നമുക്ക് നല്ല ആശുപത്രിയാണ് നമ്മുടെ പ്രദേശത്തേക്ക് കടന്ന് എത്തിയിട്ടുള്ളത്. അതിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കണം. പ്രത്യേകിച്ച് ഡോക്ടറെ സംബന്ധിച്ചും ഒക്കെ ഞാൻ കിടക്കണം, അഡ്വക്കേറ്റിനെ സംബന്ധിച്ചും എനിക്കറിയാം. ഇവിടെയുള്ള ഒരുപാട് ആളുകളുമായി ബന്ധമുള്ള ഒരു വിശിഷ്ട ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ആർക്കും പറ്റില്ല. ഈ മൊബൈലിനെ വെളിച്ചം കണ്ണിലടിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ണിന് അതിന്റെ സൈഡ് എഫക്ട് ദോഷം ഉണ്ടാവും, അത് തീർച്ചയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ നമുക്കിവിടെ അത്യാവശ്യമാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ നാട്ടില് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ പല്ല് ഹോസ്പിറ്റൽ, ദന്ത ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കണ്ണാശുപത്രി, മറ്റുള്ള ഹോസ്പിറ്റലൊക്കെ വന്നു. നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ ഹോസ്പിറ്റലുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ അസുഖങ്ങൾ ഒഴിഞ്ഞ നേരമില്ല. എല്ലാവർക്കും എന്തെങ്കിലും ആയിട്ട് അസുഖങ്ങളുണ്ട്. എല്ലാവർക്കും ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ നാടിന് ഉപകാരപ്രദമായി തീരട്ടെ. ഈ ഹോസ്പിറ്റലിന്റെ സേവനം എല്ലാ രീതിയിലും നമ്മുടെ നല്ലവരായ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മൂർക്കിനിക്കര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കവചമൊരുക്കാം, ലഹരിക്കെതിരെ കൈകോർക്കാം, നമ്മുടെ മക്കൾക്കായി എന്ന മുദ്രാവാക്യമുയർത്തി മൂർക്കിനിക്കര സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സരിത സജീവൻ, ശോഭന കുഞ്ചു, ശ്യാമ രാധാകൃഷ്ണൻ, ഭവിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇന്നത്തെ പുതുതലമുറ നേരിടുന്ന ലഹരി വിപത്തിനെതിരെ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ ബാസിദ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലഹരി ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങളും നേരിട്ടേക്കാവുന്ന നിയമ നടപടികളും, എന്തെല്ലാം പുതുതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളും ക്ലാസ്സിൽ വിവരിച്ചു. സംഭവിക്കുന്നത് വഴിയാണ് ഓരോ പ്രദേശങ്ങളിലും വന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു നിയോഗം, ആ നിയോഗം അത് സംഭവിക്കുന്നതിനുള്ളൊരു നിമിത്തമായി ഭവിച്ചത് ഞങ്ങളുടെ ആദ്യം തന്നെ ആ ഒരു നിമിത്തം എന്ന് പറയുന്നത് ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ MF സുരേഷ് സാർ അവർകളാണ്. അദ്ദേഹം പറഞ്ഞതായിരുന്നു മൂർക്കനിക്കര എന്നൊരു പ്രദേശം, അതിലെ ഒരു ഗ്രാമീണ വായനശാല അദ്ദേഹത്തിൻ്റെ മനസ്സോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണെന്നും, ഒപ്പം തന്നെ ഞങ്ങളുടെ കമ്മീഷണർ സ്ക്വാഡിലെ ലഹരിക്കെതിരായിട്ടുള്ള ഒരുപാട് കേസുകൾ കണ്ടെടുത്തുകൊണ്ട് തന്നെ ലഹരി മാഫിയകൾക്ക് ഒരു വലിയ രീതിയിൽ ഒരു പേടി സ്വപ്നമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എക്സൈസിൻ്റെ കമ്മീഷണർ സ്ക്വാഡിലെ കൃഷ്ണപ്രസാദ് സാർ അവർകൾ, അദ്ദേഹം ഞാൻ പോലും എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞേയില്ല. ഞാൻ ഉള്ളിലേക്ക് വരുമ്പോഴും ഞാൻ കണ്ടിട്ട് ഞാൻ അവിടെ കാറിൽ ഇരുന്നോളാം എന്ന് പറയുമ്പോഴും ഈ താടി വെച്ച ആളാണെന്ന് എനിക്ക് അറിഞ്ഞേയില്ല. ഓരോ തലമുറ മാറുന്നതിനനുസരിച്ച് ലഹരിയുടെയും കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ രൂപങ്ങളിൽ നമ്മൊന്നും അറിയാത്ത രീതിയിൽ തന്നെ നമ്മളെ നടന്നു തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിപത്തായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ കായിക മേഖലയിൽ തന്നെ നോക്കിയാൽ കേരളം കായിക മേഖലയൊക്കെ വളരെ മുന്നിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾ ഈ ലഹരിക്ക് അടിമപ്പെടുത്തുക കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും പുറകോട്ട് പോകേണ്ട സ്ഥിതി നമുക്കുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യം നമുക്കറിയാം, നമ്മൾ ഒളിമ്പിക്സിലും ലോകകപ്പിലൊക്കെ എന്താണ് നമ്മൾ നേടുന്നത്. അപ്പോൾ ഈ ലഹരി നമ്മുടെ പുതുതലമുറയെ കറന്നുകൊണ്ട് നമ്മുടെ വലിയൊരു ഭാവിയെ, നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പോലും നമുക്ക് ചോദ്യചിഹ്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ വലിയ രീതിയിലുള്ള അവബോധം ഇല്ലാതെയല്ല,
ഇത് ഒരുപാട് ക്ലാസ്സുകളും സമയം നടത്തുന്നെങ്കിൽ തന്നെയും എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. ഇന്ന് ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഇതിലൊക്കെ നോക്കുമ്പോൾ യൂട്യൂബിലൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് കാണാതായ ജോയിക്ക് വേണ്ടി തെരച്ചിലാണ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. പുതുരുത്തി ക്ഷീര സഹകരണ സംഘത്തിൽ മിൽമ ഷോപ്പി സംഘം പ്രസിഡന്റ് NR രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ MT ജയൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന മിൽമ ഡയറക്ടർ ഭാസ്കരൻ ആദങ്കാവിൽ നടത്തി. മിൽമ ഡയറക്ടർ താര ഉണ്ണികൃഷ്ണൻ, മേഖലാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ സത്യൻ TA, ഷാജു വെളിയൻ, കൗൺസിലർ നിജി ബാബു, പുതുരുത്തി പള്ളി വികാരി ഫാദർ ജിയോ ചിരിയങ്കണ്ടത്ത്, സഹകാരികളായ NR സതീശൻ, P ഗംഗാധരൻ മാസ്റ്റർ, M പരമേശ്വരൻ, AP ദേവസി, വിൽസൺ CC, സജീവൻ PP, AV ജേക്കബ്, ഉദയ ഷിബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃശൂർ ജില്ലാ കോൾ കർഷക സംഘം വാർഷിക പൊതുയോഗം തൃശൂർ ടൗൺ ഹാളിൽ പ്രസിഡന്റ് KK കൊച്ചു മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്നു. 50 ഏക്കറിൽ ഒരു പ്രതിനിധി എന്ന കണക്കിൽ കർഷകർ പങ്കെടുത്തു. സെക്രട്ടറി NK സുബ്രഹ്മണ്യൻ നേതൃത്വം നൽകി. മലയാള മനോരമ നല്ല പാഠം ഉദ്ഘാടനവും ടീച്ചേഴ്സ് ഡേ മീറ്റും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ നിർവഹിച്ചു. മലയാള മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ A ജീവൻ കുമാർ അധ്യക്ഷത വഹിച്ചു. നല്ല പാഠം ടീച്ചേഴ്സിന് സ്കിൽ ട്രെയിനറും മജീഷ്യനുമായ രാജമൂർത്തി ക്ലാസ് എടുത്തു. ചടങ്ങിൽ മലയാള മനോരമ സീനിയർ റിപ്പോർട്ടർ സുബിൻ മാത്യു തോമസ് സ്വാഗതം പറഞ്ഞു. എല്ലാ സബ്ജക്റ്റിലും A+, ഒരു സബ്ജക്റ്റിൽ മാത്രം A മാർക്ക് നേടിയ കുട്ടികൾ കുറച്ചും കൂടി ഫെയിലാകുന്ന കുട്ടികളെക്കാളും കുറച്ചും കൂടി എക്സ്ട്രാ സമ്മർദ്ദത്തിലുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കില്ല. ബാക്കി ചടങ്ങിൽ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ ചടങ്ങിലേക്ക് എത്തിയത്. അപ്പോൾ പോയിന്റ് ഈ നല്ല പാഠം ഇതിനെക്കുറിച്ച് ഉപദേശം കൊടുക്കുന്ന അത്രയ്ക്കും പ്രായമായിട്ടില്ലെങ്കിലും മറ്റവർ പറയുന്നത് മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന അത്രയും ചെറുപ്പവും ഇല്ല. അപ്പോൾ രണ്ടിന് ഇടയ്ക്കേ ഉള്ള പ്രായത്തിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഉപദേശവുമല്ല, ഇതും ഒരു ചെറിയൊരു അഭിപ്രായം തന്നെ നിങ്ങൾ കണക്കാക്കിയാൽ മതി. അഫ്കോഴ്സ് ഞാൻ പറയുന്ന മലയാളത്തിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു 7-8 വർഷമായിട്ടാണ് ഈ മനോഹര ഭാഷ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത്, നമുക്ക് സ്കൂൾ ആയാലും ഇതായാലും ഞാൻ പഠിച്ച സ്കൂളുകളിൽ, ഞാൻ തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർന്ന് പഠിച്ചത്, അവിടെ ഒരു വാക്കുണ്ട്, പാരന്റ് ഇസ് ദി ഫസ്റ്റ് ടീച്ചർ ആൻഡ് ടീച്ചർ ഇസ് ദി സെക്കൻഡ് പാരന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ഒരു കാലഘട്ടം. അപ്പോൾ പാരന്റ് ഇസ് ഫസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ആദ്യഘട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പാരന്റ്സ് ആണ് പഠിപ്പിക്കും. ആൻഡ് ഇവിടെ കേരളത്തിൽ അതൊരു ചടങ്ങായിട്ട് തന്നെ ഉണ്ട്, വിദ്യാരംഭം എന്ന് പറഞ്ഞിട്ട് ചടങ്ങ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി. ഭൂമിയും വീടും ജപ്തി ചെയ്ത് ജനങ്ങളെ തെരുവിൽ തള്ളുന്ന നയം സർക്കാരിനില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമ വാർഷിക ദിനത്തിൽ ജില്ലയിലെ പ്രഥമ പരിപാടി പട്ടിക്കാട് സ്നേഹാലയം ബോയ്സ് ഹോമിൽ നടന്നു. മുക്കാട്ടുകര കോക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ആനയൂട്ടും നടന്നു.
മൂർക്കിനിക്കര ഗ്രാമീണ വായനശാലയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.